കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. 2019 40,000 വോട്ടുകൾക്ക് സതീഷ് ചന്ദ്രനെ പരാജയപ്പെടുത്തി വലിയ വിജയം നേടിയെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നീട് ഭൂരിപക്ഷം 1,00,000-ലേക്ക് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാസർഗോഡ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ ആധിപത്യം ശക്തമായുള്ള മേഖലകൾ പലതുമുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെ ഉണ്ണിച്ച എന്നാണ് സ്നേഹത്തോടെ അവിടെ വിളിക്കുന്നത് എന്നുള്ളതാണ്. പലരും അദ്ദേഹത്തിനെ ട്രോളുന്നത് നെറ്റിയിലെ കുറി മാഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ്, നെറ്റിയിലെ കറുത്ത കുറി മാച്ചുകൊണ്ട് മുസ്ലിം പ്രീണനമാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് താൻ എല്ലാ രീതിയിലും ഹിന്ദുമത വിശ്വാസി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ണിത്താൻ മറ്റൊരു വെടി കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ശശി തരൂറിനെതിരെ ഉണ്ണിത്താൻ ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അദ്ദേഹം ദയവ് ചെയ്ത് കോൺഗ്രസിൻ്റെ അന്തസത്ത കെടുത്താൻ ശ്രമിക്കാതെ കോൺഗ്രസിനോട് താല്പര്യമില്ലെങ്കിൽ പുറത്തു പോകണം എന്ന രീതിയിലേക്ക് പറഞ്ഞതുപോലെ തന്നെ പത്മജയുടെ കാര്യത്തിലും ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുകയാണ്. കരുണാകരൻ്റെ മകളായതുകൊണ്ട് മാത്രം ആരെങ്കിലും അറിയുന്ന വ്യക്തിയാണ് പത്മജ. പത്മജയ്ക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവും പറയാൻ കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറത്തേക്കില്ല. കോൺഗ്രസ്സിലായിരുന്നപ്പോഴും പ്രവർത്തകരുമായി യാതൊരു രീതിയിലുള്ള സഹകരണമോ യാതൊരു രീതിയിൽ അവരെ കണ്ടാൽ അഭിവാദ്യം ചെയ്യുകയൊന്നുമില്ല. അവർക്ക് എല്ലാ രീതിയിലും സ്ഥാനമാനങ്ങൾ മാത്രമാണ് മോഹിച്ചത്. തൻ്റെ ജീവിതത്തിൽ കരുണാകരൻ കൃത്യമായും, അതായത് ലീഡർ കരുണാകരൻ കൃത്യമായും മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഏണിപ്പലക പോലെയാണ് തൻ്റെ ജീവിതം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചിരിക്കുന്നത്. സേവാദളിൻ്റെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ണിത്താൻ്റെ പേര് വെട്ടിമാറ്റിയ കരുണാകരൻ വലിയ തോതിൽ തന്നോട് കാണിച്ച അനീതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് വ്യക്തമായി തന്നെ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന തുടക്കകാലം കോഴിക്കോട് ജില്ലയിലായിരുന്നു പ്രവർത്തനമെങ്കിൽ അന്നൊന്നും കെ മുരളീധരനെ വലിയ രീതിയിൽ ആളുകൾ അംഗീകരിച്ചിരുന്നില്ല. നമുക്കറിയാമല്ലോ, കെ മുരളീധരൻ മന്ത്രിസ്ഥാനത്തേക്ക് വന്നതും വടക്കാഞ്ചേരിയിൽ AC മൊയ്തീനോട് തോറ്റതുമൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റവും മോശമായ രീതിയിൽ KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ ഇന്ദിരാഭവനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു കെ മുരളീധരൻ എന്നും അവിടെ നിരവധിയായ മോശം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന രീതിയിലും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ എതിരാളികളും ആയുധമാക്കി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഇത് മക്കൾ പാർട്ടി എന്ന രീതിയിലേക്ക് കോൺഗ്രസ് തരം താഴാൻ പാടില്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആ ഒരു പതിവ് ശൈലി മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും ജനകീയരായ സാധാരണക്കാരായ പ്രവർത്തകർ അവരെ പരിഗണിക്കാതിരുന്നാൽ അവർ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യില്ല. അച്ഛന് ശേഷം മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ എന്ന രീതിയിലാണ് ഓരോ നിയോജക മണ്ഡലം മാറുന്നതെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വലിയ നാശത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്.